ഈ കാണുന്നത് വാട്ടർ ക്യാബേജ് അല്ലെങ്കിൽ വാട്ടർ ലെറ്റ്യൂസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഫ്ലോട്ടിംഗ് അക്വാട്ടിക് പ്ലാന്റ് ആണ്. ഈ അടുത്ത് നമ്മൾ അക്വേറിയം ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്ത് ജസ്റ്റ് പ്ലാന്റ്സിൻ്റെ സെക്ഷനിലൊന്ന് നോക്കിയപ്പോൾ കണ്ടതാണ്. നമ്മൾ ഈ അടുത്ത് ഒരു ചെറിയ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകൾക്കായിട്ട്. അതിനകത്ത് നമ്മൾ അസോളയും സാൽവീനിയും നമ്മൾ വളർത്തുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന അക്വാട്ടിക് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതും ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന അക്വാട്ടിക് പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ടാങ്കിൽ ഇത് കുറച്ചൊന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു, ഇതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് കണ്ട സമയത്ത് നമ്മൾ വാങ്ങിയത്. ഈ ഒരു പാക്കറ്റിന് ഏകദേശം ഒരു 40 രൂപയാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ ഫ്ലോട്ട് ചെയ്തെടുക്കുന്ന അക്വാട്ടിക് പ്ലാന്റ്സ് ആയിട്ടുള്ള നമ്മുടെ സാൽവീനിയ അസോളൊക്കെ നമ്മൾ നമ്മുടെ ജൈൻറ്റ് ഗൗരാമികൾക്ക് ഫുഡായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജൈൻറ്റ് ഗൗരാമികൾ അത്യാവശ്യം നന്നായിട്ട് കഴിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു വാട്ടർ ക്യാബേജ് അല്ലെങ്കിൽ വാട്ടർ ലെറ്റ്യൂസ്. ഈ ഒരു ചെടി അത്യാവശ്യം നന്നായിട്ട് വളരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചെടി ജൈൻറ്റ് ഗൗരാമികൾക്ക് ഫീഡായിട്ട് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ വാങ്ങിയത്. ഇത് നേരത്തെ പറഞ്ഞ ഫ്ലോട്ട് ചെയ്ത് എടുക്കുന്ന ചെടികളുടെ പോലെ, അതായത് സാൽവീനിയ, ഡക്വീഡ്, അസോള പോലെ ചെറിയൊരു പ്ലാന്റ് അല്ല. ഇത് കുറച്ച് വലിയ സൈസ് ആവുന്ന ഒരു പ്ലാന്റ് ആണ്. സൺലൈറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ വേണ്ട ഒരു ചെടി തന്നെയാണ് ഈ ഒരു വാട്ടർ ക്യാബേജ് അല്ലെങ്കിൽ വാട്ടർ ലെറ്റ്യൂസ്. ഇതിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് വെള്ളത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വളർന്ന് സ്പ്രെഡ് ആവുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ചെടി ഈ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാൻ. കണ്ടില്ലേ, ഇതേപോലെയാണ് ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത്. ഇത് ചെറിയ സൈസ് പ്ലാന്റ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ബേബി പ്ലാന്റ്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് വലുതായി അത്യാവശ്യം നല്ല സൈസിലേക്ക് വരും. മുമ്പ് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേപോലുള്ള ചെടികൾ നമ്മളൊരു ടാങ്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഓൾറെഡി ന്യൂട്രിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അതിൽ സെറ്റ് ആവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതേപോലെ നമ്മൾ പച്ചവെള്ളത്തിലേക്ക് ഡയറക്റ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഇലകളൊക്കെ ഫെയ്ഡായിട്ട് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓൾറെഡി മീനുകളെ വളർത്തുന്ന ഒരു ടാങ്കിലേക്ക് ഡയറക്റ്റ് ഇത് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അത്യാവശ്യം സൺലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ടാങ്കിലേക്ക്. നമ്മൾ ഈ കാണുന്ന പോലെ ഈ ഒരു കണ്ടെയ്നറിൽ ഈ ഒരു ചെടി ഇടാനല്ല പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ടാങ്ക് ഉണ്ടല്ലോ, നമ്മുടെ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകൾ കിടക്കുന്ന ആ ഒരു ടാങ്ക്, അതിനകത്ത് നമ്മുടെ സാൽവീനിയ ചെടിയും അതുപോലെ തന്നെ അസോളയും കിടക്കുന്നുണ്ട്. അപ്പോൾ ആ സെയിം ടാങ്കിൽ തന്നെയാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കാനായിട്ട് പോണത്. ആ ടാങ്കിലെ വെള്ളം ഓൾറെഡി കണ്ടീഷനായിട്ടാണ് കിടക്കുന്നത്. നമ്മൾ മീനിനെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് വേറെ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് നമുക്ക് ഈ പ്ലാന്റ് അതിലേക്ക് ഇറക്കി കൊടുക്കാം. പിന്നെ നമ്മൾ എയറേഷൻ ഓരോ ദിവസം ഇടവിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വെള്ളം ഓക്കെയാണ്. അതുപോലെ തന്നെ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ ഇവർക്ക് വേണ്ടത് ഓക്കെയാണ്. ആ ഒരു ടാങ്കിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം സൺലൈറ്റ് അടിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. എങ്കിലും ആ വെള്ളത്തിനകത്ത് ചെറിയ രീതിയിൽ ആൽഗെ ഫോം ചെയ്തിട്ടുണ്ട്. ചില ഫ്ലോട്ടിംഗ് പ്ലാന്റ്സിനെ ആൽഗെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ വളരാനായിട്ട് സാധിക്കില്ല. അത് ഇതിനെ ബാധിക്കും എന്നുള്ളത് നമുക്കറിയില്ല. സാൽവീനിയ എന്ന ചെടി നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്, അതിനെ ബാധിക്കുന്നില്ല. അസോള ഇതുവരെ വലിയ പ്രശ്നം കാണിച്ചിട്ടില്ല. ഇനി ഇത് ഒന്ന് നമുക്ക് ഇട്ട് നോക്കാം. ഈ ഒരു ചെടി ഞാൻ മുമ്പ് വളർത്തിയിട്ടുള്ളതാണ്. അത് ആൽഗെ വന്നിട്ടാണ് നമ്മുടെ ടബിൽ കേടായിട്ട് പോയത്. ആൽഗെ നല്ല രീതിയിൽ നമ്മൾ ടബിൽ വളർത്തിയുന്ന കാലത്ത് അതിനകത്ത് ഫോം ചെയ്തതിന് ശേഷം ഈ ചെടി കേടായി പോകാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ടാങ്കിൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഈ ടാങ്ക് കണ്ടില്ലേ, ഇതിനകത്ത് ഇത് കുറച്ച് നാൾ മുമ്പ് നമ്മൾ സെറ്റ് ചെയ്ത ടാങ്കാണ്. ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ ടാങ്കിൽ നമ്മളിതേ PVC ഫ്രെയിം ഇട്ടിട്ട് അതിനകത്ത് 2 ചെടികൾ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ആദ്യത്തെ സെക്ഷനിൽ കിടക്കുന്നത് സാൽവീനിയ എന്ന് പറഞ്ഞ ചെടിയാണ്. രണ്ടാമത്തെ സെക്ഷനിൽ കിടക്കുന്നത് നമ്മുടെ അസോളയാണ്. രണ്ടും നമ്മൾ ജൈൻറ്റ് ഗൗരാമികൾക്കൊക്കെ ഫീഡായിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ അവർ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വാങ്ങിയതല്ല, നമ്മൾ പെറ്റ് ഷോപ്പിൽ ചെന്നപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ വാങ്ങിയതാണ്. അതുകൊണ്ട് ഇതേപോലുള്ള PVC ഫ്രെയിമൊന്നും നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. നമ്മൾ ഈ ഒരു വെള്ളം മാത്രം ഉള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് ചെടികൾ ഇല്ലാതെ വെള്ളം മാത്രമായിട്ട് കിടക്കുന്ന ആ ഒരു ഭാഗത്തിൻ്റെ ഒരു പകുതി ഭാഗം വരുന്ന ഏരിയയിൽ ഒരു PVC കട്ട് ചെയ്തിട്ടിട്ട് അതിനകത്തേക്ക് ഈ ഒരു വാട്ടർ ക്യാബേജ് ഇറക്കി വിടാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഈ ഒരു ടാങ്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. പ്ലാന്റ്സ് കൊണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മീനുകൾക്കത് പ്രശ്നമാണ്. കണ്ടില്ലേ, സാൽവീനിയൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ചെറിയ കുറച്ച് പീസ് ഇട്ടതാണ്. അത് ഫുള്ളായിട്ട് തന്നെ അതിനകത്ത് സ്പ്രെഡായിട്ടുണ്ട്. അസോള നല്ല രീതിയിൽ തന്നെ സ്പ്രെഡായിട്ട് വരുന്നുണ്ട്. വെള്ളത്തിലൊരു ചെറിയ പാട പോലെ നിങ്ങൾക്ക് കാണാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആൽഗെ ഫോം ചെയ്യുന്നതാണ്. സൺലൈറ്റ് അത്യാവശ്യം അടിക്കുന്ന ഒരു ടാങ്കാണ്. അതുകൊണ്ട് വെള്ളത്തിനകത്ത് ഈ ഫിഷിൻ്റെ വേസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നാച്ചുറലായിട്ടും ആൽഗെ ഫോം ചെയ്യും. പക്ഷേ നേരത്തെ കാണിച്ച സാൽവീനിയ എന്ന് പറയുന്ന ആ ഒരു ചെടി അത് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ആൽഗയൊക്കെ ഫൈറ്റ് ചെയ്ത് വിത്ത്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ചെടിയാണ്. അസോള നമുക്കറിയില്ല, കുറച്ച് നാൾ കഴിയുമ്പോഴാണ് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഈ വാട്ടർ ക്യാബേജിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. കുറച്ച് നാൾ കഴിഞ്ഞാലാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ആൽഗെ നല്ല രീതിയിൽ ഫോം ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വാട്ടർ ക്യാബേജ് കേടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഏരിയയിലാണ് നമ്മളൊരു ചെറിയ PVC ഫ്രെയിം കട്ട് ചെയ്തിട്ട് ഈ ഒരു വാട്ടർ ക്യാബേജ് വളർത്താമെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ PVC ഫ്രെയിം ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് പ്ലാൻ ചെയ്തിട്ട് വാങ്ങിയതല്ല, പെട്ടെന്ന് കണ്ടപ്പോൾ വാങ്ങിയതാണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ റെഡിമെയ്ഡായിട്ട് ഈ ഒരു PVC ഫ്രെയിം ഇരിക്കുന്നില്ല. നമ്മളിപ്പോൾ എന്താണ് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ കണ്ടില്ലേ, എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ചെറിയൊരു PVC ഫ്രെയിം, ഇത് നമ്മുടെ പ്ലാറ്റി ടാങ്കിൽ നിന്ന് ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വന്നതാണ്.
ഈ ടാങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ചെടികൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്ലോട്ട് ചെയ്യുന്ന ഈ ഒരു PVC ഫ്രെയിം അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ടാങ്കിനകത്ത് നമുക്ക് വാട്ടർ ചേഞ്ച് ചെയ്യാനുണ്ട്. പിന്നെ അതിനകത്ത് ടാർപോളും ചെറുതായിട്ട് ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ അത് മാറ്റാനുണ്ട്. അപ്പോൾ അതെന്തായാലും ഫുള്ളായിട്ടൊന്ന് റീസെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുവരെ ഇത് ഞാൻ ഇവിടെ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു ടാങ്കിൽ താൽക്കാലികമായിട്ട് ഇട്ടിട്ട് ഈ ഒരു വാട്ടർ ക്യാബേജ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നീട് നമ്മൾ പുതിയൊരു ഫ്രെയിം സെറ്റ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഫ്രെയിം നമുക്ക് തിരിച്ച് ആ ഒരു ടാങ്കിലേക്ക് തന്നെ കൊണ്ടുപോയി ഇടാം. തൽക്കാലം നമുക്ക് ഈ ഒരു ഫ്രെയിം ഇവിടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ വാട്ടർ ക്യാബേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നോക്കാം ഇതിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ് പോകുന്നത്, നന്നായിട്ട് വളരുന്നുണ്ടോ. ലൈറ്റ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അടിക്കുന്ന ഒരു ഏരിയയാണ്. വാട്ടർ ക്യാബേജിന് നല്ല രീതിയിൽ അത്യാവശ്യം സൺലൈറ്റ് വേണം. പിന്നെയുള്ളത് ഈ വെള്ളത്തിനകത്ത് ഇത് സെറ്റ് ആവുമോ എന്നുള്ളതാണ്. അതിനകത്ത് നോർമലായിട്ടുള്ള വെള്ളത്തിൽ തീർച്ചയായിട്ടും അത് സെറ്റ് ആവും. പക്ഷേ ഇതിനകത്ത് ആൽഗെ ഫോം ചെയ്ത് വരുന്നത് കൊണ്ട് എത്രത്തോളം ഇത് ഇതിനകത്ത് പിടിച്ച് കിട്ടും എന്നുള്ളത് നമുക്കറിയില്ല. ഇത്തരത്തിലുള്ള ചെടികൾ ഇതുപോലെ നമ്മൾ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചെറിയൊരു ടാങ്കാണ്, ഇതിനധികം ഹൈറ്റ് ഇല്ല. ഇതിനകത്ത് നമ്മൾ ഇട്ടിരിക്കുന്നത് ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളെയാണ്. ഇവർക്ക് ഓക്സിജൻ ഒന്നും അത്ര വലിയ പ്രശ്നമില്ലാത്ത മീനുകളാണ്. മുകളിൽ വന്ന് ഇവർക്ക് ശ്വസിക്കാനുള്ള കഴിവുണ്ട്. എങ്കിലും ഇതിനകത്ത് ഓക്സിജനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ അവർക്ക് കിട്ടും ഈ ചെടികളൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ നമ്മൾ ഓരോ ദിവസം ഇടവിട്ട് എയറേഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ദിവസം ഇടവിട്ടാണ് നമ്മൾ ഇവർക്ക് പെല്ലറ്റ് ഫുഡ് ഫീഡ് ചെയ്യുന്നത്. പിന്നെ ഈ മീനുകൾ അത്യാവശ്യം ആൽഗെ കഴിക്കുന്ന മീനുകളാണ്. അതുപോലെ തന്നെ ഈ അസോളയൊക്കെ അവർക്ക് ഫുഡായിട്ട് തന്നെ കഴിക്കാം. ഈ മീനുകൾ വെള്ളത്തിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് കിടക്കുന്ന മീനുകളാണ്. അധികം വല്ലാതെ മൂവ് ചെയ്യുന്ന മീനുകളല്ല. അതുകൊണ്ട് ഈ ഒരു സ്പേസ് അവർക്ക് ഓക്കെയാണ്. ഹൈറ്റും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അവർക്ക് വേണ്ടത് കൂടുതലും വീതിയാണ്. ഈ ഒരു ടാങ്കിന് നീളവും വീതിയൊക്കെ അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് ഈ മീനുകൾക്ക് ഓക്കെയാണ്. പിന്നെ ഈ മീനുകൾക്ക് ഹൈഡിങ് സ്പോട്ട് വളരെ ഇഷ്ടമാണ്. അതായത് ഷെയ്ഡ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള PVC പൈപ്പുകൾ അതിനകത്തൊക്കെ പോയി ഒളിച്ചിരിക്കുന്ന മീനുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ PVC ഫ്രെയിം ഇട്ട് ചെടികളൊക്കെ ഇട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗത്ത് ഷെയ്ഡായിരിക്കും. അപ്പോൾ അവർക്ക് വെയിൽ വരുന്ന സമയത്തൊക്കെ തീർച്ചയായിട്ടും ഈ ഷെയ്ഡിൻ്റെ അടിയിൽ പോയിട്ട് റെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഹൈഡ് ചെയ്തിരിക്കാം. പിന്നെ ഈ ഒരു ടാങ്കിലേക്ക് നമ്മൾ ചെറിയ ഏതെങ്കിലും മീനുകളെ ഇറക്കി വിടാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഗപ്പികളെയോ അല്ലെങ്കിൽ പ്ലാറ്റുകളെയോ ഒക്കെ. പിന്നെ ഈ ഒരു ടാങ്ക് മഴവെള്ളം വീഴുന്ന ഒരു ടാങ്കാണ്, മഴവെള്ളം ഡയറക്റ്റ് വീഴുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം മീനുകൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ചത്തുപോകാൻ സാധ്യതയുണ്ട് മഴ പെയ്യുന്ന സമയത്തൊക്കെ. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അവരെ ഒഴിവാക്കിയത്. ചിലപ്പോൾ നമ്മൾ സീബ്ര മത്സ്യങ്ങളെ ഒരു ഡസൻ എങ്ങാനും വാങ്ങിയിടാൻ സാധ്യതയുണ്ട്. കാരണം അത് കൃത്യമായിട്ട് തീരുമാനിച്ചിട്ടില്ല. കാരണം ഈ ഒരു ടാങ്ക് അധികം ഹൈറ്റ് ഇല്ലാത്തൊരു ടാങ്കാണ്, പക്ഷേ ഇതിന് നീളവും വീതിയുണ്ട്. ഇത്തരം ടാങ്കുകളിൽ ഇടാൻ പറ്റിയൊരു മീനാണ് ഈ ഒരു സീബ്ര എന്ന് പറയുന്നത്. കാരണം ചെറിയ നീണ്ടിരിക്കുന്നൊരു മീനാണ്. പല കളറുകളിലായിട്ട് ഇത് വരുന്നുണ്ട്. ഒറിജിനൽ വെറൈറ്റി വരുന്നുണ്ട്, യെല്ലോ, ഓറഞ്ച്, അങ്ങനെ കളറുകളായിട്ടൊക്കെ വരുന്നുണ്ട്. ഒന്നുകിൽ നമുക്ക് ഏതെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് വാങ്ങാം, അല്ലെങ്കിൽ മിക്സഡ് ആയിട്ട് വാങ്ങാം. അവർക്ക് ഈ ഒരു ടാങ്കിൽ അധികം ബുദ്ധിമുട്ടില്ലാതെ ഈസി ആയിട്ട് നടക്കാൻ പറ്റും. വേറെ ശല്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് കിടക്കുന്നത് സക്കർ കാറ്റ് ഫിഷുകളാണ്. അവർ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാക്കില്ല. അപ്പോൾ ഇവർക്ക് കൂളായിട്ട് തന്നെ ഈ ഒരു വലിയ സ്പേസിൽ, അതായത് ഇതിന് വീതി ഉണ്ടല്ലോ, വീതിയും നീളവും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫ്ലോട്ടിങ് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ ഓക്കെയാണ്. മഴവെള്ളം എനിക്ക് തോന്നുന്നു അവർക്ക് വലിയ പ്രശ്നമില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഒരു ഡസൻ വാങ്ങിയിടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഞാനത് 100% ഉറപ്പിച്ചിട്ടില്ല. 1-2 പ്രാവശ്യം ആലോചിച്ചിട്ടേ നമ്മൾ ആ ഒരു തീരുമാനം എടുക്കുന്നുള്ളൂ. ആ ഒരു മീനാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇടാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ ടാങ്കിലേക്ക് ആഡ് ചെയ്ത വാട്ടർ ക്യാബേജ് അല്ലെങ്കിൽ വാട്ടർ ലെറ്റ്യൂസ്, ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ഫ്യൂച്ചർ വീഡിയോസായിട്ട് ചെയ്യുന്നതായിരിക്കും. ബാക്കി 2 ചെടികളുടെ അപ്ഡേറ്റ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.